ജിൽബാബിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞ് ഇനി ഇത് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം കണ്ണിൽപ്പെട്ടത്. ഇത് തന്നെ, വേറൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നമ്മൾ ഒരു സൈഡ് നേരെ ഓപ്പോസിറ്റ് അടിച്ചേക്കാണ് കേട്ടോ. തിരിച്ചാണ് അടിച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡ് കണ്ടോ, അടിപ്പ് കാണുന്നുണ്ടോ? ഇതാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. ഈ സൈഡ് മൊത്തത്തിൽ അങ്ങനെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. ഹലോ, ഇനിയിപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ ഫുള്ളഴിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സത്യം പറഞ്ഞാൽ നമുക്ക് മെഷീനിൽ മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചില സമയത്തൊരു ഇൻട്രസ്റ്റ് കിട്ടൂല. അങ്ങനത്തെ സമയത്താണ് ഇതേപോലത്തെ ഫോൾട്ടുകൾ പറ്റുന്നത് കേട്ടോ. എത്ര ശ്രദ്ധിച്ചാലും എവിടെയെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പണിയിലാണ് ചെന്നെത്തിപ്പെടുക. ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് മുഴുവനായിട്ട് അഴിച്ച് ആദ്യമൊക്കെ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പല സമയത്തും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എത്ര നമ്മൾ ശ്രദ്ധിക്കും, ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എങ്ങനെയായാലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും. ഇതേപോലെ ചില ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോഴുണ്ടാവും, നമ്മുടെ സിപ്പൊക്കെ വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കും, അല്ലെങ്കിൽ ലൈനിങ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കും. പിന്നെ അതൊക്കെ അഴിച്ചെടുക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടോ അതിലും വലുതാണ്. ചില ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ഈ ജിൽബാബിനൊക്കെ 100 രൂപയൊക്കെ സ്റ്റിച്ചിങ് ചാർജ് ചോദിക്കുമ്പോൾ അത്രയ്ക്കുണ്ടോ അങ്ങനെയുള്ള ഒരു ഇതിൽ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിലുള്ള സ്ട്രഗിൾസ് എന്താണെന്നുള്ളത് അത് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്ത് കാര്യത്തിലും അങ്ങനെയാണ്. ഏതൊരു വർക്കിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനാ എത്രയും വലിയ വില വാങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാക്കുക കേട്ടോ, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നതൊക്കെ ചെറിയ ചാർജാണ് കേട്ടോ ഇതിനൊക്കെ.